ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 13, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഓരോ പരീക്ഷകളിലും ഇന്റർവ്യൂസിലും നമുക്ക് എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഇന്ന് ഡിസംബർ 13 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിലെ മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഡി ഗുഗേഷിനെ കുറിച്ചാണ്. ഡി ഗുഗേഷ് ബിക്കംസ് യങ്ങസ്റ്റ് എവർ വേൾഡ് ചാമ്പ്യൻ. ഡി ഗുഗേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ഡി ഗുഗേഷിന്റെ ലോക ചാമ്പ്യൻഷിപ്പ് എന്ന ആ പദവിയിലേക്ക് നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആരാണ്? ഡി ഗുഗേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് 18 വയസ്സ്, 2006 മെയ് 29 ഡി ഗുഗേഷ് ജനിച്ചത് ചെന്നൈയിൽ. ഗുഗേഷ് ധമ്മരാജ് എന്നറിയപ്പെടുന്ന ഗുഗേഷ് ഡി ആണ് ഇന്ന് ലോകത്തിൽ തന്നെ പറയുമ്പോൾ ദ യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ. ഇതിനു മുമ്പ് 1985 ഗാരി കാസ്പറോ ആയിരുന്നു 22ാമത്തെ വയസ്സിൽ ലോകത്തിലെ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് 39 വർഷം കഴിഞ്ഞു. 2024 ഡിസംബർ 12 ഡി ഗുഗേഷിനെതിരെ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ആരാണ് പരാജയപ്പെട്ടത്? ഡിങ് ലിറൻ. ചൈനീസ് താരമായിട്ടുള്ള മുൻ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറൻ ആണ് ഡിസംബർ 12 നടന്നിട്ടുള്ള 14ാമത്തെ ഗെയിംസിൽ ഡി ഗുഗേഷിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെ ഡി ഗുഗേഷ് ദ വേൾഡ് യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആയിട്ട് മാറി. ചെസ്സിലെ ആദ്യ ലോക ചാമ്പ്യൻ ആരായിരുന്നു? വിൽഹെം സ്റ്റെയിനിറ്റ്സ്. വിൽഹെം സ്റ്റെയിനിറ്റ്സ് ആയിരുന്നു ചെസ്സിലെ ആദ്യത്തെ ലോക ചാമ്പ്യൻ. അദ്ദേഹം 1886 മുതൽ 1894 4 പ്രാവശ്യമാണ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ചെസ്സിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ലോക ചാമ്പ്യൻ ആരായിരുന്നു? വിശ്വനാഥ് ആനന്ദ്. വിശ്വനാഥ് ആനന്ദ് 2000, അതായത് 24 വർഷം മുമ്പ് 2000 വിശ്വനാഥ് ആനന്ദ് ഇന്ത്യയിൽ നിന്നുള്ള ദ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് പറയുമ്പോൾ ഡി ഗുഗേഷ്. 18ാമത്തെ ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഏത് രാജ്യത്താണ് നടന്നത്? സിംഗപ്പൂർ. ഇപ്പൊ സിംഗപ്പൂരിലാണ് ഈ കഴിഞ്ഞ നവംബർ 25 മുതൽ ഡിസംബർ 12 വരെ 14 ഗെയിംസിൽ ആയിട്ട് നടന്നിട്ടുള്ള മത്സരം. സിംഗപ്പൂരിൽ നടന്നിട്ടുള്ള ഈ മത്സരത്തിലാണ് ഡിങ് ലിറൻ, ചൈനീസ് താരമായിട്ടുള്ള മുൻ ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡി ഗുഗേഷ് വിജയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഏറ്റവും വേണ്ടത് മെന്റൽ ടഫ്നെസ് ആണ്. കാരണം ഓരോ ഗെയിംസ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ടഫായിട്ടുള്ള, ലോകത്തിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഡിങ് ലിറൻ. ചെസ്സിൽ മുൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറനെ പരാജയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലിനേക്കാൾ കൂടുതൽ വേണ്ടത് മെന്റൽ ടഫ്നെസ് ആണ്. ഇവിടെയാണ് ഡി ഗുഗേഷ് ഇന്ത്യയിലെ ദ ഫസ്റ്റ് യങ്ങസ്റ്റ്, അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ പറയുമ്പോൾ യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. President of India confers the honorary rank of General of the Indian Army on General Ashok Raj Sigdal. ഇന്ത്യൻ രാഷ്ട്രപതി ജനറൽ അശോക് രാജ് സിഗ്ദലിനെ ഇന്ത്യൻ ആർമിയുടെ ഓണർ റാങ്ക് നൽകുന്നു. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു റാങ്ക് ആണ് ജനറൽ. ഈ റാങ്ക് ആണ് ഇന്ത്യൻ ആർമി ജനറൽ അശോക് രാജ് സിഗ്ദൽ നൽകി ആദരിച്ചിട്ടുള്ളത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ആർമിയുടെ ഓണർ റാങ്ക് ഓഫ് ജനറൽ നൽകി ആദരിച്ച നേപ്പാൾ ആർമി ജനറലിന്റെ പേര് ജനറൽ അശോക് രാജ് സിഗ്ദൽ. നേപ്പാൾ ആർമി ചീഫ് ആണ് ജനറൽ അശോക് രാജ് സിഗ്ദൽ. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിന് ജനറൽ എന്ന പദവി നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു റാങ്ക് ആണ് ജനറൽ. ഈ ഒരു റാങ്ക് ആണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നേപ്പാൾ ചീഫ് ആയിട്ടുള്ള ജനറൽ അശോക് രാജ് സിഗ്ദൽ നൽകി ആദരിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ഈ ചടങ്ങ്. ഇന്നലെ ഡിസംബർ 12 ഈ ചടങ്ങ്. 2024 ഡിസംബർ 12 നേപ്പാൾ ആർമി ചീഫ് ജനറൽ അശോക് രാജ് സിഗ്ദലിനെ ഇന്ത്യൻ ആർമിയുടെ ഓണർ റാങ്ക് നൽകിയത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി. ഡിസംബർ 12 ഇന്ത്യൻ ആർമിയുടെ ആ റാങ്ക് ആയിട്ടുള്ള ജനറൽ റാങ്ക് നൽകി ആദരിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ആർമിയുടെ ഇത്തരത്തിലുള്ള റാങ്ക് നൽകുന്ന സുപ്രീം കമാൻഡർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഈ ഒരു റാങ്ക് നൽകി ആദരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കരസേനയുടെ കരസേന മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി.
ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫ് ആണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അദ്ദേഹം ഈയടുത്ത് നേപ്പാൾ സന്ദർശിച്ചിരുന്നു. നേപ്പാൾ സന്ദർശന വേളയിൽ ഇന്ത്യൻ ആർമി ചീഫ് ആയിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദിക്കും ഇത്തരത്തിലുള്ള ഒരു ഹോണർ റാങ്ക് നൽകി, അതായത് ജനറൽ പദവി നൽകി നേപ്പാൾ ആർമിയും ആദരിച്ചിരുന്നു. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആൻഡ് ആയുർവേദ എക്സ്പോ ടു ബിഗിൻ ടുഡേ ഇൻ ഡെറാഡൂൺ. ലോക ആയുർവേദ കോൺഗ്രസിനും ആയുർവേദ എക്സ്പോയ്ക്കും ഇന്ന് ഡെറാഡൂണിൽ തുടക്കമാകും. ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു കോൺഫറൻസ് ആണ്. ഈ കോൺഫറൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഈ ഒരു വിഷയം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക ആയുർവേദ കോൺഗ്രസ് 2024 ഏത് സംസ്ഥാനത്താണ് 2024 ഡിസംബർ 12 മുതൽ ഡിസംബർ 15 വരെ നടക്കുന്നത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡെറാഡൂണിലാണ് ഡിസംബർ 12 മുതൽ ഡിസംബർ 15 വരെ ലോക ആയുർവേദ കോൺഗ്രസ് 2024 ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആരംഭിച്ചത്. 10ാം ലോക ആയുർവേദ കോൺഗ്രസും ആരോഗ്യ എക്സ്പോയും എവിടെ വെച്ചാണ് നടത്തിയത്? ഉത്തരാഖണ്ഡ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ആയുർവേദ കോൺഗ്രസ് ഇത് 10ാമത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആണ്. ഇതാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ 12 മുതൽ ഡിസംബർ 15 വരെ. 2002 ആദ്യത്തെ ലോക ആയുർവേദ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? കൊച്ചി. ലോകത്തിലെ ആദ്യത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടന്നിട്ടുള്ളത് കൊച്ചി 2002. ഇപ്പോൾ 2024 ഇത് 10ാമത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആണ് നടക്കുന്നത്. ലോക ആയുർവേദ കോൺഗ്രസും ആരോഗ്യ എക്സ്പോയും ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് സംഘടിപ്പിച്ചത്? ആയുഷ് മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് വേൾഡ് ആയുർവേദ കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ആരോഗ്യ എക്സ്പോ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് പ്രതാപ് റാവു ജാദവ്. 2014 നവംബർ 9 മിനിസ്ട്രി ഓഫ് ആയുഷ് ആരംഭിച്ചത്. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ട്രംപ് ഇസ് നെയിംഡ് ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ഫോർ 2024. 2024 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു വാർത്തയാണ്. ടൈംസ് മാഗസിൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിന് അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ്. ഈ മാഗസിനിൽ ആണ് ട്രംപ് ദ ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടൈം മാഗസിൻ 2024 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിനെയാണ് 2024 ടൈം മാഗസിൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ലോകത്തിന് അറിയപ്പെടുന്ന ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. ഇതിൽ ഒരു വാർത്ത വരിക, ഇതിലേതെങ്കിലും വ്യക്തിയെ കുറിച്ച് എടുത്തു പറയുക എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് പ്രശസ്തനായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് മാത്രം, അതുപോലെ തന്നെ ഒരു വാർത്തകൾ മാത്രമേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. ഏത് വർഷത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2016. 2016 2024 2 വർഷം 2 പ്രാവശ്യം ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന ആ ഒരു സ്ഥാനം ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചു. വരാൻ പോകുന്ന യുഎസിന്റെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം കമല ഹാരിസ് ആയിട്ടുള്ള മത്സരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിട്ടുള്ളത്. ടൈം മാഗസിൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1923 മാർച്ച് 3 100 വർഷം മുമ്പ് ആരംഭിച്ച ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. തുടക്കത്തിൽ ഇത് ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒന്നായിരുന്നു. പിന്നീടാണത് ടൈം മാഗസിൻ എന്ന പേരിൽ അത് മാറ്റിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എല്ലാ മാസവും പുറത്തിറക്കുന്ന ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. മഹാത്മാഗാന്ധി ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1930. 1930 മഹാത്മാഗാന്ധിജി വൺ ദി ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ. ഇന്നത്തെ സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സൗദി അറേബ്യ ടു ഹോസ്റ്റ് 2034 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫിഫ. ഫിഫയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് 2034 സൗദി അറേബ്യ മെൻസ് ഫുട്ബോൾ കപ്പ് ആദ്യത്തെ വഹിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2034 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അറേബ്യൻ രാജ്യത്ത് വീണ്ടും ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. 2022 ഖത്തറിലായിരുന്നു ഫിഫ വേൾഡ് കപ്പ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സൗദി അറേബ്യയിൽ 2034 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ഏതാണ്ട് 15ഓളം
ഏതാണ്ട് 15ഓളം സ്റ്റേഡിയംസ് ആണ് ഇതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2034 ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി സൗദി അറേബ്യയാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും സൗദി അറേബ്യയ്ക്ക് ഫിഫ വേൾഡ് കപ്പ് നടത്താനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് 2026 7 സ്ഥലത്താണ് നടക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങളിലായിട്ട് US, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് വരാൻ പോകുന്ന, അതായത് 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ്. ആതിഥേയരായ സൗദി അറേബ്യ ഉൾപ്പെടെ ഫിഫ 2026 എത്ര രാജ്യങ്ങൾ പങ്കെടുക്കും? 48 രാജ്യങ്ങൾ. 2022 ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ 32 രാജ്യങ്ങളായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിൽ 2026 ആണെങ്കിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരമായിരിക്കുള്ളൂ 2026. 2022 ഖത്തറിലായിരുന്നു. 2026 ആണെങ്കിൽ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ ആണെങ്കിൽ 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിനിൽ വെച്ചാണ്. 3 രാജ്യങ്ങൾ ആണ് 2030 ഫിഫ വേൾഡ് കപ്പ് നടത്താൻ പോകുന്നത്. അത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 34 സൗദി അറേബ്യയാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: അഫ്രീദി ബിക്കംസ് യങ്ങസ്റ്റ് ടു അച്ചീവ് 100 വിക്കറ്റ്സ് ഇൻ ഓൾ ഫോർമാറ്റ്സ്. എല്ലാ ഫോർമാറ്റിലും 100 വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അഫ്രീദി. ക്രിക്കറ്റിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും 100 വിക്കറ്റ് വീഴ്ത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബൗളർ ആരാണ്? ഷഹീൻ അഫ്രീദി. പാകിസ്ഥാൻ ബൗളർ ആയിട്ടുള്ള ഷഹീൻ അഫ്രീദി 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ്, ഏകദിനം, T20 100 വിക്കറ്റ് വീഴ്ത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഷഹീൻ അഫ്രീദി ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക സീരീസിൽ വെച്ചാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കുള്ള ആ സീരീസിലെ ആദ്യത്തെ മത്സരത്തിലാണ് പാകിസ്ഥാൻ ബൗളർ ആയിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീദി ഏറ്റവും യങ്ങസ്റ്റ് ബൗളർ ടു ടേക്ക് 100 വിക്കറ്റ്സ് എല്ലാ ഫോർമാറ്റിലും. ടെസ്റ്റ്, ഏകദിനം, T20 എന്നിവയിൽ 100 വിക്കറ്റ് തേക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അഫ്രീദി ഏത് പ്രായത്തിലാണ്? 24 വർഷം 248 ദിവസം. അതായത് 24 വർഷം, ഏതാണ്ട് 25 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെയാണ് അഫ്രീദി ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ദ യങ്ങസ്റ്റ് പ്ലെയർ എല്ലാ ഫോർമാറ്റിലും ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ 2 പേരാണ് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് ഡി ഗുകേഷ് ചെസ്സിലാണെങ്കിൽ, അതുപോലെ തന്നെ ഷഹീൻ അഫ്രീദി ആണെങ്കിൽ 100 വിക്കറ്റ്സ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ലെവലിലുള്ള താരവും. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 21 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.